ഭക്ഷണമാണ് ഈ പറഞ്ഞ മാതിരി ഏറ്റവും വലിയ വില്ലൻ. നമ്മൾ ഇമോഷണൽ ഈറ്റിംഗ് എന്ന് പറയുമല്ലോ, നമ്മൾ സന്തോഷം കുറേയൊക്കെ കണ്ടെത്തുന്നത് ഇഷ്ടമുള്ള ഭക്ഷണം അത് പുറത്ത് പോയി കഴിച്ചിട്ടാണ്. ഭക്ഷണത്തിൽ പറയുമ്പോൾ എണ്ണ, നമ്മൾ ഏറ്റവും കൂടുതൽ ഹൃദയത്തിൻ്റെ പ്രശ്നമുള്ള ആളുകൾ ഏറ്റവും കൺട്രോൾ ചെയ്യണം എന്ന് കേട്ടിട്ടുള്ളത് എണ്ണയാണ്. എണ്ണ എന്ന് പറയുന്നത് അത്ര വലിയ വില്ലനാണോ? ഇറ്റ് ഡിപ്പെൻസ്. എണ്ണ ഇല്ലാതെ നമ്മുടെ ഇവിടെ കുക്കിംഗ് നടക്കത്തില്ല. അതുകൊണ്ട് അതില്ലാതെ അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ഓയിൽ യു ക്യാൻ യൂസ് എന്നാണ് ഡിസ്കഷൻ വരുന്നത്. അപ്പം മെനി ഓയിൽസ് ഹാവ് ഗോട്ട് ഡിഫറെൻറ്റ് കൺസ്റ്റിറ്റ്യുവൻസ്. അതിനകത്ത് ടെക്നിക്കലായിട്ട് പോവുകയാണെങ്കിൽ ദർ ആർ ദീസ് സാച്ചുറേറ്റഡ് ഫാറ്റ്സ് ആൻഡ് അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ്. അൺസാച്ചുറേറ്റഡ് നമുക്ക് നല്ലത്, പോളി അൺസാച്ചുറേറ്റഡ് ഇസ് ബെറ്റർ. അപ്പോൾ ചില ഓയിൽസിൽ ഈ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ ഓലിവ് ഓയിൽ ഇസ് ഗുഡ്, പക്ഷേ ചില ആൾക്കാർക്ക് ടേസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ഇഷ്ടപ്പെടത്തില്ല. തവിടെണ്ണ, റൈസ് ബ്രാൻ ഓയിൽ വെരി ഗുഡ്, ബട്ട് ദെൻ അവർക്ക് ചിലപ്പം പിന്നെ നമ്മുടെ സർസോങ്, നമ്മുടെ മസ്റ്റേർഡ്, അതിൻ്റെയൊക്കെ കടുകിൻ്റെ, അതെല്ലാം നല്ല ഓയിൽസാണ്, ഗുഡ് ഫോർ ദി ഹാർട്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ എത്ര യൂസ് ചെയ്താലും അത് നമ്മൾ ഒത്തിരി അങ്ങോട്ട് ഉപയോഗിക്കരുത്. ഏറ്റവും മിനിമം ഓയിൽ യൂസ് ചെയ്യുക, ദാറ്റ് ഇസ് വൺ തിങ്. ട്രൈ ടു യൂസ് ദ ബെസ്റ്റ് പോസിബിൾ ഓയിൽ. ഇതിനകത്ത് സിമ്പിളായിട്ട് മോസ്റ്റ് പീപ്പിൾ ലൈക്ക് സൺഫ്ലവർ ഓയിൽ ഓർ സാഫ്ലവർ ഓയിൽ, അതും വലിയ കുഴപ്പമില്ല. വെളിച്ചെണ്ണ ഈസ് വെരി ടേസ്റ്റി. നമ്മുടെ നാട്ടിൽ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന എണ്ണ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ക്യാൻ ബി യൂസ്ഡ് ഓൺലി, അത് പ്രിഫറബിളി നമ്മൾ വല്ലപ്പോഴും യൂസ് ചെയ്യുക. ഇറ്റ് ഈസ് വെരി ഗുഡ് ഫോർ ദി ഹെയർ ആൻഡ് ദ സ്കിൻ, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഭക്ഷണത്തിൽ അത്രയും ജനറലി ഐ ഡോണ്ട് എൻകറേജ്. പക്ഷേ നമ്മൾ ഈ സാധാരണ നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഈ ഒരു സ്പൂൺ വെളിച്ചെണ്ണ വെറുതെ കഴിക്കുന്നത് നല്ലതാണ്, അത് ഹാർട്ട് ഹെൽത്തിനും നമ്മുടെ ഓവറോൾ ഹെൽത്തിനും ഒക്കെ ഭയങ്കര നല്ലതാണെന്ന്. ഈ ഒരു സ്പൂൺ എന്ന് പറയുന്നത് ആക്ച്വലി നിങ്ങൾ ഡോക്ടേഴ്സ് പറയുന്നത് ഒരാൾ ഒരു ദിവസം ഒരു സ്പൂൺ എണ്ണ കഴിക്കാവുള്ളൂ എന്നാണ്. വെർജിൻ കോക്കനട്ട് ഓയിൽ, അപ്പോൾ അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട്. ഇറ്റ് ഹാസ് ഗോട്ട് സർട്ടൻ ഈ ഫാറ്റി ആസിഡ്സ് വിച്ച് ആർ ഗുഡ്, ഈസിലി അബ്സോർബ്. ചിൽഡ്രൻ ഇറ്റ് ഇസ് വെരി ഗുഡ്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് അതിനകത്ത്. ബട്ട് ദെൻ ആസ് എ കുക്കിംഗ് മീഡിയം ജനറലി ഐ ഡോണ്ട് പ്രൊമോട്ട് ഇറ്റ്, ബിക്കോസ് നമ്മൾ അതിൻ്റെ ടേസ്റ്റും അത് വറുത്തെടുക്കുമ്പോഴും ഈ കാര്യങ്ങളൊക്കെ ദേ ആർ നോട്ട് വെരി ഗുഡ് ഫോർ ദി ഹാർട്ട്. സെക്കൻഡ് തിങ്, വാട്ട് യു മേക്ക് അറ്റ് ഹോം ഈസ് ഓൾവേസ് ഹെൽത്തിയർ ദെൻ വാട്ട് യു ബൈ. എന്നുവെച്ചാൽ നമ്മൾ പുറത്ത് പോകുന്നത്, ബിക്കോസ് ഓയിൽ നമ്മൾ ഉപയോഗിക്കുന്ന വീട്ടിൽ റീയൂസ് കാര്യമായിട്ട് ചെയ്യത്തില്ല. വെൻ യു റീയൂസ് യു ഓയിൽ, ഇപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ സ്ഥാപനത്തിൽ പോകുമ്പോൾ ഓയിൽ ഈസ് റീയൂസ് മൾട്ടിപ്പിൾ ടൈംസ് ഫോർ എക്കണോമിക് റീസൺസ്. അതെ. അപ്പോൾ അതിന് അവർ പിന്നെ ഒന്ന് ഫ്രൈ ചെയ്ത ഐറ്റം ദേ റീഫ്രൈ ആൻഡ് ഗിവ്. അപ്പോൾ നമ്മൾ പോയിട്ട് കുറച്ച് ചൂടില്ല എന്നൊരു ഒന്നുകൂടെ വറുത്തെടുത്ത് തരും. അപ്പോൾ ഈ ഡബിൾ ഫ്രൈ ഓർ ഓയിൽ വിച്ച് ഇസ് ഓൾഡ് ഓർ യൂസ്ഡ് മെനി ടൈംസ്, ഇറ്റ് ഫോംസ് ഈ ട്രാൻസ് ഫാറ്റ്സ് എന്ന് വെച്ചാൽ കുറേ എക്സ്ട്രാ ഐറ്റംസ് ഇതിനകത്ത് ഈ ഫാറ്റിൻ്റെ കണ്ടൻറ്റ് കൂടുമ്പോഴത്തേക്കിനും ദാറ്റ് ഇസ് വെരി ഡേഞ്ചറസ് ഫോർ ദി ഹാർട്ട്. അതുകൊണ്ട് ഓയിൽ യൂസ് ചെയ്യുകയാണെങ്കിലും ഇൻ ലിമിറ്റഡ് ക്വാണ്ടിറ്റീസ്. സെക്കൻഡ് തിങ്, പ്രിഫറബിളി ഓയിലി ഫുഡ് കഴിക്കാതിരിക്കുക. ഓക്കെ. ഇപ്പം ഓയിലും ഗീയും ഈ പല പല ഓയിലുകൾ തമ്മിൽ മത്സരം നടക്കണ പോലെ ഓയിലും ഗീയും തമ്മിൽ, നെയ്യും തമ്മിൽ ഈ പറഞ്ഞ പോലെ ഒരു ഇതുണ്ട്, ഒരു ഭയങ്കര കോമ്പറ്റീഷൻ എന്ന് പറയുന്നല്ലോ. ഒരു കൂട്ടർ പറയും ഗീ ഭയങ്കര നല്ലതാണ്, മറ്റേ കൂട്ടർ ഇല്ല വെളിച്ചെണ്ണയാണ് നല്ലത് എന്ന്. ആസ് എ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ എന്താ പറയുക? രണ്ടും കൂടുതൽ നല്ലതല്ലെന്ന് ഞാൻ പറയുള്ളൂ. certain preparations ghee is better, but then ghee as a pure cooking medium or വെളിച്ചെണ്ണ as a pure cooking medium I do not advise. അപ്പോൾ അതിനകത്ത് നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും ഒരു സപ്പോസിങ് ദർ ഇസ് എ ഫംഗ്ഷൻ ആൻഡ് ദർ ഇസ് സംതിങ് വിച്ച് ഇസ് സ്വീറ്റ് വിച്ച് ഇസ് മെയ്ഡ് ഔട്ട് ഓഫ് ഇറ്റ്, നമ്മൾ കുറച്ച് എടുക്കുന്നതിന് പ്രോബ്ലം ഇല്ല. നമ്മുടെ നാട്ടിൽ പ്രോബ്ലം ഇസ് എല്ലാ ആഴ്ചയും എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കല്യാണമോ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് പോയി നമ്മൾ നല്ലപോലെ കഴിച്ചില്ലെങ്കിൽ അവിടെ ആൾക്കാർക്ക് ബുദ്ധിമുട്ട് തോന്നുന്നു, നമുക്കൊരു വിഷമമുണ്ട്. അതവിടെ ഒരു ഭയങ്കര ഒഫൻസീവ് സാധനമാണ് നമ്മൾ ഭക്ഷണം നല്ലോണം കഴിച്ചില്ല. അപ്പം നല്ലപോലെ ഭക്ഷണം കഴിച്ചിട്ട് വരും. ദാറ്റ് ഇസ് ഫോം ഓഫ് ബിഞ്ച് ഈറ്റിംഗ്. അപ്പോൾ ആൾക്കാർ കണ്ടിരിക്കുന്നത് സർട്ടൻ, ഇപ്പം ഓണം വരുവാണ്, പേഷ്യൻസ് വന്നു വെച്ചാൽ സാറേ ഷുഗർ ഇപ്പം തന്നെ കൂടുതൽ, ഒരു മുൻകൂർ ജാമ്യം എടുക്കും, ഞാൻ പായസം കുടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ദിസ് ഹാപ്പൻസ് വെരി ഫ്രീക്വൻ്റ്ലി. അപ്പോൾ എല്ലാ മാസവും ഒരു ഓണം ഉണ്ടെങ്കിൽ നമ്മുടെ ഷുഗർ വിൽ ബി പെർസിസ്റ്റൻ്റ്ലി ഹൈ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം വരരുതെന്നാണ് ഞാൻ പറയുന്നത്. എല്ലാത്തിനും ഒരു കുറച്ച് കൺട്രോൾ വേണം. ഏത് സാഹചര്യം ആണെങ്കിലും ലോങ് ടേം ഒത്തിരി ഓണം കൂടാനുള്ളതല്ലേ. ഓണത്തിൻ്റെ ക്വാളിറ്റിയിലും ഒരു ഇതുണ്ടല്ലോ അല്ലേ. ഓക്കെ, ഭക്ഷണത്തിൻ്റെ കാര്യം പറയുമ്പോൾ വെജ് ആൻഡ് നോൺ വെജ്, അതായത് നമ്മളൊരു മെജോറിറ്റി ആൾക്കാരും നോൺ വെജിറ്റേറിയൻസ് ആണ്. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ഹെൽത്തിൽ കുറച്ചുകൂടെ കോൺഷ്യസ് ആയതുകൊണ്ടും നമ്മുടെ ഈ ഹോൾ ആളുകളിൽ ഭയങ്കര ഹെൽത്ത് വൈസ് ഭയങ്കര മോശമാവുന്നു എന്നുള്ളത് തോന്നിയുകൊണ്ട് ആ കോൺഷ്യസ് എഫേർട്ടിൽ ആളുകൾ വെജിറ്റേറിയൻ ആകാനും വീഗൻ ആകാനും ഒക്കെ ട്രൈ ചെയ്യുന്നുണ്ട്. ഈ വീഗൻ ഡയറ്റ് ഒക്കെ നല്ലതാണോ ഹാർട്ടിന്? എനി ഫോം ഓഫ് ഡയറ്റ് ഇസ് ഫൈൻ. വീഗൻ ഇസ് ഗുഡ്, വെജിറ്റേറിയൻ ഡയറ്റ് ഇസ് ഗുഡ്. നോൺ വെജിറ്റേറിയൻ ഓൾസോ നമ്മളിപ്പോൾ എടുക്കുകയാണെങ്കിൽ ഇഫ് യു ലൈക്ക് നോൺ വെജിറ്റേറിയൻ,
ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ബിക്കം എ വെജിറ്റേറിയൻ സഡൻലി. ബട്ട് നിങ്ങൾ പറയുന്ന ഒരു പർട്ടിക്കുലർ പ്രോബ്ലം, പേഷ്യൻറ്റ് സഡൻലി ഹാസ് എ ഹാർട്ട് അറ്റാക്ക്, അപ്പോൾ ദേ വോണ്ട് ടു ചേഞ്ച് ടു വെജിറ്റേറിയൻ, ഇറ്റ് ഇസ് ഫൈൻ. ബട്ട് ദെൻ അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സം നോൺ വെജ് ഐറ്റംസ് ആർ സ്ലൈറ്റ്ലി മോർ ഡേഞ്ചറസ് ദൻ ദി അതർ. ഫോർ എക്സാമ്പിൾ റെഡ് മീറ്റ്, മട്ടൺ ഓർ ബീഫ്, അങ്ങനത്തെ കാര്യങ്ങൾ ഇറ്റ് വെരി ടേസ്റ്റി, നമ്മുടെ ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടമാണ്. അപ്പോൾ കഴിക്കരുതെന്നല്ല, ബട്ട് ദെൻ ദാറ്റ് യു ഹാവ് ടു ലിമിറ്റ്. അതിൻ്റെ ക്വാണ്ടിറ്റി കുറയ്ക്കുക, ഫ്രീക്വൻസി കുറയ്ക്കുക. സെക്കൻഡ് തിങ് ഇസ് യുവർ ചിക്കൻ ഓർ ഫിഷ് ഓർ ദി ലീൻ ഓർ വൈറ്റ് മീറ്റ് എന്ന് പറയുന്നത്, ദോസ് ആർ ലിറ്റിൽ മോർ സേഫർ ആസ് കമ്പയർഡ് ടു ദി അതർ മീറ്റ്സ്. അപ്പം ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഐ സജസ്റ്റ് ദാറ്റ് യു ക്യാൻ ടേക്ക് ദീസ് സ്വിച്ച് ഇൻ ടു മോർ ഓഫൺ ഇതിലേക്ക് പോയിട്ട് മറ്റേത് റെയർ ആയിട്ട് ഉപയോഗിക്കാം. വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്, ഇഫ് യു ആർ, ഇപ്പോൾ നമ്മുടെ ഡയബറ്റീസ് മറ്റേ സ്റ്റേറ്റസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ, ഇഫ് യു ആർ ഹാവിങ് മോർ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്, ഒന്നും നമുക്ക് വയറിന് നല്ലതാണ്. സെക്കൻഡ് തിങ്, ഫ്രോം ദ ഹാർട്ട് പോയിന്റ് ഓഫ് വ്യൂ ഓൾസോ ഇറ്റ് ഇസ് വെരി ഹെൽപ്ഫുൾ. കുറേ ആൻറ്റി ഓക്സിഡൻസ്, കുറേ നല്ല തത്വങ്ങൾ അതിനകത്തുണ്ട് വിച്ച് പ്രിവെൻറ്റ് ദിസ് പ്ലാക്ക് ബിൽഡപ്പ് ഇഫ് യു ടേക്ക് ഇറ്റ് ഇൻ പ്രോപ്പർ ക്വാണ്ടിറ്റീസ്. അതെല്ലാവർക്കും ചെയ്യാൻ പറ്റാത്തതാണ്. എല്ലാവർക്കും അങ്ങനെ പോയി എടുക്കാനോ അല്ലെങ്കിൽ കോസ്റ്റോ അല്ലെങ്കിൽ നമുക്ക് ടൈമോ ചിലപ്പോൾ കിട്ടാറില്ല. But then that is always useful. Vegetarians ആണെങ്കിൽ, even if you are taking only a pure vegetarian diet, certain vitamins you have to make sure that your body has got vitamin B complex അല്ലെങ്കിൽ vitamin D ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ it is available in all foods, vegetarian or non-vegetarian. പക്ഷേ രണ്ട് ആൾക്കാരോട് ഞാൻ പറയുന്നത്, you should have a periodic checkup. ഇന്നത്തെ കാലത്ത് they do a lot of vitamin level testing. അപ്പോൾ നമ്മൾ നോക്കുമ്പം you go to most of us, I mean at least in a person who's sitting in a room and working under an AC or an artificial light, they tend to have low vitamin D, because vitamin D is usually നമ്മൾ സിന്തസൈസ് ആവുന്ന വെളിച്ചത്തിൽ നമ്മളെ സൂര്യപ്രകാശം കൊണ്ടാണ്, ഓർ നമ്മൾ ഫുഡിനകത്ത് കിട്ടുന്നത്. മിക്ക ആൾക്കാരും ഡെഫിഷ്യൻ്റ് ആണ്. അതുകൊണ്ട് സപ്ലിമെൻറ്റേഷൻ ഇസ് വെരി കോമൺ നൗ. അപ്പോൾ നമുക്ക് വേണ്ടടുത്തുള്ളത് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ B12 അല്ലെങ്കിൽ വൈറ്റമിൻ B കോംപ്ലക്സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെൻ യു ആർ ചേഞ്ചിങ് എ ഡയറ്റ്, ഇടയ്ക്ക് നമ്മൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നത് അത്യാവശ്യം നല്ലതാണ്. അതെ അതെ. ഓക്കെ, ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന കാര്യം പറയുമ്പോൾ, ഭക്ഷണം കഴിക്കാതിരിക്കുന്നതും ഹാർട്ട് ഹെൽത്തിന് ഭയങ്കര നല്ലതാണെന്ന് ഒരു സൈഡിൽ നിന്ന് പറയുന്നത്. അത് ഫാസ്റ്റിംഗ്, അത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ഉണ്ട് അതിൻ്റെ അകത്ത്. ഒരു ദിവസം വീക്ക്ലി വൺസ് ഫാസ്റ്റ് ചെയ്യുന്നത് ഹാർട്ട് ഹെൽത്തിന് നല്ലതാന്ന് പറയുന്നവരുണ്ട്. 5 to 6 days ഫാസ്റ്റ് ചെയ്യുന്നത് നല്ലതാന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഫാസ്റ്റിംഗ് ആൻഡ് ഹാർട്ട് ഹെൽത്ത് ചോദിച്ച ഡോക്ടർ എന്താ പറയുക? ഐഡിയൽ thing is you have a regular intake of food. ഒരു ദിവസം, ഇഫ് യു ആർ എൻ ആക്റ്റീവ് പേഴ്സൺ, രാവിലെ തൊട്ട് വൈകുന്നേരം ഒരു ഓടുന്ന ആളാണെങ്കിൽ, ടു മെയിൻറ്റെയിൻ യുവർ എനർജി ലെവൽസ് യു ഹാവ് ടു ഹാവ് എ റെഗുലർ ഇൻടേക്ക് ഓഫ് ഫുഡ്. അപ്പോൾ നമ്മൾ അത്രയും മണിക്കൂറുകൾ നമ്മൾ എടുക്കുക. ബട്ട് സപ്പോസിങ് യു ആർ ഹാവിങ് എ ബ്രേക്ക്, എ സെഡൻറ്ററി ലൈഫാണ്, നമ്മളത് ചെയ്യുന്നില്ലെന്നാണെങ്കിൽ, having an intermittent fast is not a bad idea, so that you can control your caloric intake. നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണമെല്ലാം എവിടെയെങ്കിലും യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണം. നമ്മുടെ ബോഡിക്ക് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത് യൂസ് ചെയ്ത് അത് ഫിനിഷ് ആക്കും. പക്ഷേ ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ക്യാൻ ഡെപ്പോസിറ്റ് ഇൻ വേരിയസ് പ്ലേസസ്. മോസ്റ്റ് കോമൺ നമ്മുടെ നാട്ടുകാരെല്ലാം വയറിന് ചുറ്റുമാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്, വെരി കോമൺ. അപ്പം ദാറ്റ് ഈസ് ഒരു എവല്യൂഷണറി. നമുക്ക് പണ്ടത്തെ കാലത്ത് ഭക്ഷണം കിട്ടാത്തപ്പോൾ എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണം നോക്കുമ്പോൾ ഏറ്റവും നല്ല സ്ഥലം ഇതാന്ന് കണ്ടുപിടിച്ച് അവിടെ അതങ്ങോട്ട് സ്റ്റോർ ആവുന്നതാണ്. ബട്ട് ലോങ് ടേം ദേ ഹാവ് ഫൗണ്ട് ദാറ്റ് ഡെപ്പോസിഷൻ ഓഫ് ദിസ് ഫാറ്റ് ഇൻ ദി ഗട്ട് ഏരിയ, വയറിൻ്റെ ചുറ്റിനുള്ള ഏരിയ, ഇസ് ഡേഞ്ചറസ് ഫോർ ദി ഹാർട്ട്, ബിക്കോസ് അവിടെ ബെല്ലി ഫാറ്റ്. സോ ദാറ്റ് ഈസ് സംതിങ് വിച്ച് യു നീഡ് ടു ഡു. അപ്പം ഫുഡ് കഴിക്കുമ്പോഴത്തേക്കിനും യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് യു ഡോണ്ട് ഓവർ ഈറ്റ്. അപ്പോൾ അതിനകത്ത് വൺ ഓഫ് ദി മെത്തേഡ്സ് ഇസ് ലൈക്ക് യു സെഡ് ഇസ് intermittent fasting. But a continuous fast, 5 or 6 days, അങ്ങനെ ഒരു ലോങ് ഫാസ്റ്റ് വിത്ത് വെരി മിനിമൽ ഫുഡ് ഇൻടേക്ക് ശരീരത്തിൻ്റെ വേറെ ഓർഗൻ സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയ്ക്കാനോ നമുക്ക് ശരീരത്തിൽ എനർജി ഇല്ലാതെ. അപ്പോൾ ആ സമയത്ത് ഒരു സിമ്പിൾ പനിയോ ഒരു വൈറൽ ഫീവറല്ലോ എന്നാൽ ശരീരത്തിന് താങ്ങാനുള്ള ബലമില്ലെങ്കിൽ ഹാർട്ട് നമ്മൾ ശരിയാക്കാൻ പോയിട്ട് അവസാനം ഹോസ്പിറ്റലിൽ നമ്മൾ വേറെ അസുഖമായിട്ട് ചിലപ്പോൾ എത്തും. സോ യു ഹാവ് ടു ബി കെയർഫുൾ. അതായത് കണ്ടിന്യൂസ് കുറേ ദിവസത്തേക്കുള്ള ഫാസ്റ്റിംഗ് യു വോണ്ട് റെക്കമെൻഡ്? ഐ ഡോണ്ട് റെക്കമെൻഡ്. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പീപ്പിൾ ഡു, ഒത്തിരി ഗുണം കിട്ടുന്നുണ്ട്. But then you have to know that when your energy levels are dipping, when you need to have this thing, if you are a diabetic and you're on medicines like that, this fasting is something I'm very careful about, because മരുന്ന് കഴിച്ചിട്ട് നമ്മൾ ഫാസ്റ്റ് ചെയ്യാൻ പോയാൽ ഷുഗർ കുറഞ്ഞു പോയാൽ ഇറ്റ് ഇസ് ഡേഞ്ചറസ്. സോ യു ഹാവ് ടു ഹാവ്, ഇഫ് യു ആർ ഓൺ മെഡിസിൻസ്, ഇപ്പോൾ BP മെഡിസിൻസ് ആണോ ഷുഗർ മെഡിസിൻസ് ആണോ കാർഡിയക് മെഡിസിൻസ് ആണോ, ഒരു ദിവസം ഇത്രയും ഫുഡ് ഇത്രയും ഇൻ്റർവെൽ കഴിക്കുന്നത് ഓൾവേസ് നല്ലതാണ്. ഓക്കെ. അപ്പോൾ ഈ വീക്ക്ലി വൺസ് എന്നുള്ള ഫാസ്റ്റിംഗ് പരിപാടിയോ? ചിലർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ
ടു ദേ കോൾ ഇറ്റ് എതർ എ ക്ലെൻസ് ഓർ എ ഫാസ്റ്റിംഗ് റൊട്ടീൻ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട്. സോ ഇഫ് ദാറ്റ് ഇസ് യുവർ ബോഡി സ്റ്റൈൽ ആൻഡ് യു ആർ ഓക്കെ വിത്ത് ഇറ്റ് ഇസ് ഫൈൻ. സോ ദാറ്റ് നമുക്ക് ആ ദിവസത്തെ കാലറി റെസ്ട്രിക്ട് ചെയ്തിട്ട് ഡിപ്പെൻസ് അല്ലേ, നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല ഓരോരുത്തരുടെ ആക്ഷൻ. ആൻഡ് ആ ദിവസം നമ്മൾ 24 hour ഫാസ്റ്റ് എടുക്കാതെ അറ്റ്ലീസ്റ്റ് നമ്മൾ ഇടയ്ക്ക് യു ഹാവ് ടു ഹാവ് എ ബ്രേക്ക് വിത്ത് particular food group. You can have a fast. For example, today I'm not going to have sweets. Today I'm not going to have non-veg. Today I'm not going to have oily food. ഓ അങ്ങനെ അത് ഹെൽപ്പ് ചെയ്യും. That will definitely be helpful. അതിന് പകരം you can have something which is high fiber, something which has got fruits. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇപ്പം ഈ ഹൈ ഫൈബർ പറഞ്ഞപ്പോഴാണ് ഹൈ പ്രോട്ടീൻ ഡയറ്റ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട് ഇപ്പോൾ. അതായത് നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തിലും കൂടുതൽ സ്ഥലം പ്രോട്ടീനിന് വേണമെന്ന്. അപ്പോൾ ഈ അടുത്തായിട്ട് ഡോക്ടേഴ്സ് പറയുന്നത് ഇപ്പോൾ ഈ ഹൈ പ്രോട്ടീൻ ഡയറ്റ് എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ആണ്. കാരണം ഹൈ പ്രോട്ടീൻ ഡയറ്റ് കഴിക്കുന്ന എല്ലാവരും അത്രയും വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരാവണമെന്നില്ല. അപ്പം ആ പ്രശ്നമുണ്ടോ? ശരീരത്തിന് ഏത് തത്വം കിട്ടിയാലും ഇറ്റ് വിൽ കൺവേർട്ട് ഇറ്റ് ഇൻ ടു ഇറ്റ്സ് ബേസിക് ഫ്യൂവൽ. ബേസിക് ഫ്യൂവൽ ഇസ് യൂഷ്വലി ഗ്ലൂക്കോസ്. അതപ്പം നമ്മൾ പ്രോട്ടീൻ കഴിച്ചാലോ കാർബോഹൈഡ്രേറ്റ് കഴിച്ചാലോ ശരീരത്തിനും ബ്രെയിനിനും യൂട്ടിലൈസ് ചെയ്യുന്ന ഹാർട്ടിന് യൂട്ടിലൈസ് ചെയ്യുന്ന ബേസിക് ഫ്യൂവലായിട്ട് you have a petrol car and you cannot keep on putting diesel in it. It will not work. But the body is not like that. നമുക്കിപ്പം it has to work on whatever food. നമ്മൾ ഏത് ഫുഡ് ഭക്ഷണം കഴിച്ചാലും. So even if you are giving it only proteins, at some stage it will metabolize into fats and carbohydrates. അപ്പം the carbohydrate content കുറയ്ക്കുന്നത് എന്നാന്ന് വെച്ചാൽ carbohydrates have got a പെട്ടെന്ന് ഷുഗർ കൂടാനോ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട്. പ്രോട്ടീൻ്റെ ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കഴിച്ചാൽ ദാറ്റ് ഓൾസോ കൺവേർട്ടഡ് ഇൻ ടു വേരിയസ് അതർ ഫോംസ്. അപ്പം പ്രോട്ടീൻ ഇൻടേക്ക് നമുക്ക് ശ്രദ്ധിച്ച് കഴിക്കുക. ആൻഡ് ഇഫ് യു ഹാവ് ഗോട്ട് സ്പെസിഫിക് പ്രോബ്ലംസ്, നമുക്കിപ്പോൾ പ്രോട്ടീൻ ഇൻടേക്ക് പറ്റാത്ത കുറേ ഡിസീസസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് യു ഹാവ് ടു ബി കെയർഫുൾ. അത് നമ്മൾ എടുത്താൽ മതി. Very very high protein diet with a very limited quantity of other food items like carbohydrates or fats, that is generally not recommended. നിങ്ങൾ പറഞ്ഞ പോലെ ഇത് മാത്രം കഴിച്ചുകൊണ്ടിരുന്നിട്ട് എക്സർസൈസോ അല്ലെങ്കിൽ നമ്മളൊന്നും ചെയ്യാതിരുന്നിട്ട് പ്രോട്ടീൻ കൊണ്ട് മാത്രം ശരീരം നടത്തുമോ ഹാർട്ട് ശരിയാവുമെന്ന് പറഞ്ഞാൽ ഇത് ശരിയല്ല. ഇറ്റ് ഹാസ് ടു ഹാവ് എ ബാലൻസ് ഓഫ് ഓൾ ദി ഫുഡ് ഗ്രൂപ്പ്സ്, വൺ തിങ്. സെക്കൻഡ് തിങ്, ഞാൻ പറഞ്ഞ പോലെ ഇത് മാത്രം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ വൈറ്റമിൻസോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ കിട്ടുന്നില്ലെങ്കിലും അത്രയും പ്രോബ്ലം ഉണ്ടാവും. ആൻഡ് ഇറ്റ് ഈസ് എ ഗ്രാജുവൽ പ്രോസസ്സ്. നമ്മൾ അറിയത്തില്ല, തുടങ്ങുമ്പോൾ ഇതൊന്നും അറിയത്തില്ല. മേ ബി ഫ്യൂ ഇയേഴ്സ് ഡൗൺ ദ ലൈൻ ആയിരിക്കും ഇങ്ങനെ ഒരു അസുഖം വരുമ്പോൾ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടാകും. ഓക്കെ.